തുടർച്ചയായ മൂന്നാം ദിവസവും പാലായിൽ വെള്ളം കയറി. ശനിയാഴ്ച പുലർച്ചെ കിഴക്കൻ മേഖലയിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് മീനച്ചിലാർ കര കവിഞ്ഞപ്പോൾ മൂന്നാനി മുതൽ മുത്തോലി വരെയും മുണ്ടുപാലം, വള്ളിച്ചിറ, മുരിക്കുമ്പുഴ മേഖലകളിലും വെള്ളം കയറിയിരുന്നു. ഗതാഗതം തടസ്സപ്പെടുകയും വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഞായറാഴ്ച വൈകിട്ടോടെ വെള്ളം ഇറങ്ങിയെങ്കിലും രാത്രിയോടെ ആരംഭിച്ച കനത്ത മഴയിൽ മീനച്ചിലാർ വീണ്ടും കര കവിഞ്ഞു. തിങ്കളാഴ്ച പുലർച്ചെ മൂന്നാനി, കൊട്ടാരമറ്റം ഭാഗങ്ങളിൽ വെള്ളം കയറി. ഇതോടൊപ്പം വള്ളിച്ചിറ, മുണ്ടുപാലം മേഖലകളിലും വെള്ളം കയറി. ഇതോടെ നഗരത്തിലേക്കുള്ള വാഹന ഗതാഗതം പലയിടത്തും തടസ്സപ്പെട്ടു. പാലായിൽ ജലനിരപ്പ് താഴാൻ തുടങ്ങിയപ്പോൾ മുത്തോലി, കിടങ്ങൂർ മേഖലകളിൽ റോഡിൽ വെള്ളം കയറി. വെള്ളപ്പൊക്കം ബാധിക്കാത്ത മേഖലകളിലേക്ക് മാത്രമാണ് ഏതാനും ചില ബസ്സുകൾ സർവീസ് നടത്തിയത്. നഗരത്തിലെത്തിയ വാഹനങ്ങൾ പോലും വെള്ളം കയറിയ ഭാഗങ്ങൾ ഒഴിവാക്കി കടന്നു പോകാനുള്ള തത്രപ്പാടിലായിരുന്നു. പാലാ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. ആറ്റുതീരത്തോട് ചേർന്ന് തൃക്കീൽക്കടവ്, കുളത്തിക്കണ്ടം ഭാഗങ്ങളിൽ പല വീടുകളും ഒറ്റപ്പെട്ട നിലയിലാണ്. വീടുകളിൽ വെള്ളം കയറിയപ്പോൾ പലരും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി. മുകൾ നിലകളിൽ താമസ സൗകര്യമുള്ളവർ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും വീടിന്റെ മുകൾ നിലകളിൽ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ വെള്ളം ഇറങ്ങുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. നഗരത്തിലെ വ്യാപാരികൾക്ക് കടകളിൽ വെള്ളം കയറി വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കട തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഇനിയും പല ദിവസങ്ങളിൽ ശുചീകരണത്തിനും മറ്റും വേണ്ടിവരുന്ന അവസ്ഥയാണുള്ളത്. പാലായിൽ എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ടെങ്കിലും 3 ദിവസമായിട്ടും വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവാകാത്ത സാഹചര്യം സമസ്ത മേഖലകളിലും ദുരിതമായി മാറിയിട്ടുണ്ട്.